നമസ്കാരം. കോരിച്ചൊരിയുന്ന മഴയ്ക്കിടെ പണ്ടൊരു കടയിലെ മേശപ്പുറത്ത് കിടന്ന് കണ്ട ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് മുരുകാനന്ദം മനസ്സിൽ പോലും വിചാരിച്ചു കാണില്ല. വളർത്തച്ഛന്റെ കൈ പിടിച്ച് കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെച്ച് മുരുകൻ എന്ന 30 വയസ്സുകാരൻ്റേതുപോലെയുള്ള ജീവിതം അബ്രപാളിയിൽ പോലും ആരെങ്കിലും കണ്ടിരിക്കാനും സാധ്യത നന്നേ കുറവ്. ആങ്ങമൂഴിക്കാരുടെ സാക്ഷാൽ മുരുകനായ മുരുകാനന്ദന്റെ വരവ് മാവിലിൽ കുടുംബത്തിന് നൽകിയത് സൗഭാഗ്യങ്ങൾ മാത്രം. ഒപ്പം മുരുകനും കടുത്ത പട്ടിണിയിൽ നിന്നും രക്ഷ നേടാൻ ഒരു മാർഗവുമില്ലാതിരുന്ന തിരുനെൽവേലി വള്ളംകോട്ട സ്വദേശി മുരുകാനന്ദന്റെ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നാണ് അവിശ്വസനീയമായ ആ ജീവിത കഥയുടെ തുടക്കം. പിതാവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് കരിങ്കൽ മടയിൽ ചുമട്ടു തൊഴിലാളിയായി മാറിയ മാതാവ് സരോജവും ഇളയ സഹോദരൻ പെരുമാളും അടങ്ങുന്ന കുടുംബത്തിൽ മിക്ക ദിവസവും പട്ടിണി മാത്രമായിരുന്നു. ഒരു മിഠായി തിന്നാൻ പോലും കൊതിച്ചു കാത്തിരുന്ന ബാല്യം. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ജോലി തേടി സ്വന്തം കാലിൽ തന്നെ നിൽക്കണമെന്ന ആഗ്രഹത്തിൽ ക്ലാസുകൾക്ക് പലപ്പോഴും അവധി നൽകി പൂന്നുള്ളാൻ പോയ ബാല്യകാലത്തിന്റെ ഓർമ്മകൾ പറയുമ്പോൾ അറിയാതെയാണെങ്കിലും മുരുകന്റെ കണ്ണ് നിറയും. വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ എങ്ങനെ പഠിക്കുമെന്ന ആശങ്ക ചെറുപ്പം മുതലേ മുരുകനെ അലട്ടിയിരുന്നു. എങ്ങനെയും ഒരു ജോലി നേടണമെന്ന ആഗ്രഹമായിരുന്നു ആ കുഞ്ഞു മനസ്സിൽ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എല്ലാ ബുധനാഴ്ചയും കൃത്യമായി ക്ലാസ്സിൽ പോകും. അന്നു മാത്രമേ സ്കൂളിൽ ഉച്ചയ്ക്ക് മുട്ട ലഭിക്കൂ. അത് ഭക്ഷിക്കാമെന്ന ആഗ്രഹത്തിൽ എന്ത് കഷ്ടപ്പാട് വന്നാലും ബുധനാഴ്ചത്തെ ക്ലാസ് മുടക്കില്ല. മുരുകന്റെ കൂട്ടുകാരനും അയൽവാസിയുമായ ഭാസ്കരൻ അന്ന് കേരളത്തിൽ ജോലി കിട്ടിയതായി വീട്ടിൽ പറഞ്ഞു കേട്ടിരുന്നു. അതോടെ തനിക്കും കേരളത്തിൽ ഒരു ജോലി ശരിപ്പെടുത്തരാൻ ഭാസ്കരന്റെ പിതാവ് രവിയോട് മുരുകൻ ചട്ടം കെട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ധ്യാസമയമായപ്പോൾ രവി മുരുകനെ തേടി വീട്ടിലെത്തി. കേരളത്തിൽ ശബരിമലയ്ക്കടുത്ത് ആങ്ങമൂഴിയിൽ ഒരു ഹോട്ടലിൽ ജോലി തരപ്പെടുത്തിയെന്നും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് രാത്രി തന്നെ ട്രെയിൻ കയറണമെന്നും പറഞ്ഞു. പഠിത്തം പോയാലും വേണ്ടില്ല, ഒരു നേരമെങ്കിലും വിശപ്പില്ലാതെ കഴിയാമല്ലോ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പകൽ സ്കൂളിൽ പോയ വെള്ള ഷർട്ടും കറുത്ത നിക്കറുമുള്ള യൂണിഫോമിൽ തന്നെ ഒരു തോർത്തുകൂടി എടുത്തു. രാത്രി തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് ട്രെയിൻ കയറി. യാത്രയിൽ ജോലി സ്വപ്നങ്ങൾ മാത്രമായിരുന്നു മനസ്സിൽ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ അസഹനീയമായ വിശപ്പ്. രവി ഒരു ഓംലെറ്റ് വാങ്ങി നൽകി. ആദ്യമായാണ് ഓംലെറ്റ് കഴിച്ചത്. വെളുപ്പിനെ തന്നെ ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ബസ് കയറി. അവിടെ നിന്ന് നേരെ ആങ്ങമൂഴിയിലേക്ക്. ആങ്ങമൂഴി ജംഗ്ഷനിലെ ഹോട്ടലിലായിരുന്നു ജോലി ക്രമീകരിച്ചിരുന്നത്. വന്നപ്പോൾ തന്നെ കൂട്ടുകാരൻ ഭാസ്കരനെ കണ്ടതോടെ ആശ്വാസമായി. ജോലികൾ ഏത് വിധമാണെന്ന് ഹോട്ടൽ ഉടമ മുരുകന് കാണിച്ചു നൽകി. ചായ ഗ്ലാസ് എടുക്കുക, മേശ വൃത്തിയാക്കുക, വെള്ളം കൊടുക്കുക തുടങ്ങി ചിന്ന ജോലികൾ മാത്രം. പരിശീലനം പൂർത്തിയാക്കി ഭാസ്കരനൊപ്പം സമീപക്കടയിലെ മേശപ്പുറത്ത് ഇരുവരും കിടക്കാൻ പോയി. നല്ല തണുപ്പ്. പുതയ്ക്കാൻ ഒരു മാർഗം ഒന്നുമില്ല. മേശപ്പുറത്ത് വിരിച്ച ചണച്ചാക്കിൽ നിന്നുള്ള ചൂടാണ് ഏകാശ്വാസം. ഇതിനിടെ പെയ്തു തുടങ്ങിയ മഴ രാവെളുക്കുവോളം തുടർന്നു. രാവിലെ തന്നെ കുളിച്ചുഷാറായി മുരുകൻ ജോലിക്കായി കടയിൽ ചെന്നു. തൽക്കാലം ജോലിക്ക് മുരുകനെ വേണ്ട. ആൾക്ക് വേണ്ടത്ര പൊക്കമോ വലിപ്പമോ ഇല്ല. ഇതാണ് ജോലി തെറിക്കാൻ കാരണം. ഏറെ പ്രതീക്ഷകളുമായി കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് അവസാനമായി എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ. തിരികെ നാട്ടിലേക്ക് പോകാനായി ആങ്ങമൂഴി ജംഗ്ഷനിൽ മാവേലിൽ ഷൈലുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഷനറി കടയ്ക്ക് സമീപം രവിക്കൊപ്പം രാവിലെ തന്നെ നിലയുറപ്പിച്ചു. മൂഴിയാറിൽ നിന്ന് വരുന്ന കാട്ടക്കട KSRTC ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഒരു സഹായിയെ എത്തിച്ചു തരാമോ എന്ന് ആ കടയുടമ ഷൈലു മുൻപ് ചോദിച്ച കാര്യം രവി ഓർക്കുന്നത്. ഉടൻ തന്നെ മുരുകനെ ഷൈലുവിനെ കാണിച്ചു. അവൻ അവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. രവി ബസ് കയറി നാട്ടിലേക്ക് മടങ്ങി. രാത്രി കടയടച്ച് വീട്ടിലെത്തിയ ഷൈലുവിനൊപ്പം 9 വയസ്സ് മാത്രം പ്രായമുള്ള മുരുകാനന്ദവും ഉണ്ടായിരുന്നു. 2000-ലെ നബിദിന രാത്രിയിലായിരുന്നു ഷൈലുവിനൊപ്പം മുരുകൻ വീട്ടിലെത്തുന്നതെന്ന് ഷൈലുവിന്റെ ഭാര്യ സ്മിത ഓർത്തെടുക്കുന്നു. ഭക്ഷണം നൽകി സ്മിത മുരുകാനന്ദനെ മൂത്ത മകനായി ഒപ്പം കൂട്ടി. വീട്ടിൽ തന്നെ ഊണുമുറക്കവും. പകൽ സമയം വീടിന് സമീപത്തെ കടയിൽ ഷൈലുവിന് ഭക്ഷണവുമായി പോകണം. സ്റ്റേഷനറി കടയാണ്. ചെയ്യാവുന്ന ചെറിയ ജോലികൾ ചെയ്ത് സഹായിച്ചു. വളർത്തച്ഛനായ ഷൈലു മുരുകന് ഷൈലു അണ്ണനും പോറ്റമ്മയായ സ്മിത മുരുകന് ചേച്ചിയുമാണ് അന്നു മുതൽ ഇന്ന് വരെയും. പിന്നീടുള്ള നീണ്ട 22 വർഷം. ചെറിയ കുട്ടിയായ മുരുകാനന്ദത്തിന്റെ പേര് ഷൈലു ആദ്യമേ തന്നെ മാറ്റി മുരുകൻ എന്നാക്കി. വീടിന് സമീപത്തെ സ്കൂളിൽ ചേർക്കാമെന്ന് പറഞ്ഞെങ്കിലും മുരുകൻ താല്പര്യം കാണിച്ചില്ല. ഇതിനിടെ ഷൈലുവിന്റെ മകൾ അഭിരാമിയെ LKG ക്ലാസ്സിൽ ചേർത്തു. വൈകിട്ട് അഭിരാമിക്കൊപ്പം മുരുകനും മലയാളം പഠിച്ചു തുടങ്ങി. പോറ്റമ്മയായ സ്മിതയായിരുന്നു അധ്യാപിക. എഴുത്തും വായനയും ഹൃദ്യസ്ഥമാക്കിയ മുരുകൻ നാട്ടിലും വീട്ടിലും ഏവരുടെയും കണ്ണിലുണ്ണിയായി.
വർഷങ്ങൾ പലതും കടന്നു. ശൈശവവും ബാല്യവും എല്ലാം മാവേലിൽ കുടുംബത്തിൽ തന്നെ കടന്നുപോയി. യുവാവായതോടെ കടയുടെ ചുമതല ശൈലു ഏറെക്കുറെ പൂർണ്ണമായും മുരുകനെ ഏൽപ്പിച്ചു. ശൈലു കലാസംബന്ധമായ ജോലികളുമായി തിരിഞ്ഞു. ഇതിനിടെ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ച മുരുകൻ ഡ്രൈവിംഗ് ലൈസൻസും നേടി. മാവേലിൽ കുടുംബത്തിലെ എല്ലാ വാഹനങ്ങളും മുരുകനും സ്വന്തം. കഴിഞ്ഞ വർഷം ശൈലു ബുള്ളറ്റ് ബൈക്കും വാങ്ങി നൽകി. ഇപ്പോൾ അതിലാണ് യാത്ര. മുരുകന് പ്രായം 30 എത്തിയതോടെ വിവാഹാലോചനയുമായി ശൈലു സ്മിത ദമ്പതികൾ തന്നെ മുന്നിട്ടിറങ്ങി. പല ആലോചനകൾക്ക് ശേഷം അവസാനം 9 മാസം മുൻപ് അടൂർ മണ്ണടി സ്വദേശി ബിരുദധാരിയായ ശരണ്യ എന്ന 22കാരിയുമായി വിവാഹമുറപ്പിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച മുരുകന്റെ ജീവിത സഖിയായി ശരണ്യയും മാവേലിൽ കുടുംബത്തിൽ മറ്റൊരംഗമായി. വിവാഹത്തിലും സമാനതകളില്ലാത്ത പുതുമകളായിരുന്നു. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരിൽ ഏറെയും മുരുകന്റെ അടുത്ത സുഹൃത്തുക്കൾ. 5 ടൂറിസ്റ്റ് ബസ്സുകളിലാണ് വരനും കൂട്ടരും മണ്ണടിയിലുള്ള ഓഡിറ്റോറിയത്തിലെത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും ശൈലു തന്നെ ചെയ്തു. SNDP ആചാരപ്രകാരമായിരുന്നു വിവാഹം. വരന്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ശൈലവും സ്മിതയും ചേർന്ന് മംഗളത്തോടെ പൂർത്തിയാക്കി. മാവേലിൽ കുടുംബത്തിന്റെ റേഷൻ കാർഡിൽ മൂത്ത മകന്റെ സ്ഥാനത്ത് മുരുകന്റെ പേരാണ് ഉള്ളത്. പിതാവിന്റെ സ്ഥാനത്ത് ശൈലുവിന്റെ പേരും മാതാവിന്റെ സ്ഥാനത്ത് സ്മിതയും, 2ാമത്തെ മകളായി അഭിരാമിയും 3ാമത്തെ മകനായി ദേവദൃശും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് മുരുകന് കുടുംബത്തിലുള്ളത്. മൂത്ത മകനായ മുരുകനും മരുമകളായ ശരണിയും മാവേലിൽ വീട്ടിൽ തന്നെ തുടരും. ഇവരുടെ തുടർ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്റെ മനസ്സിലുണ്ടെന്നും ശൈലു പറയുന്നു. വിവാഹ കാര്യങ്ങൾ മുരുകൻ നാട്ടിൽ അറിയിച്ചിരുന്നു. ആരും എത്തിയില്ല. എല്ലാ വർഷവും മാവേലിൽ കുടുംബത്തിനൊപ്പം നാട്ടിൽ പോകാറുണ്ട്. പെറ്റമ്മയെ കാണിക്കാൻ ശരണിയുമായി എല്ലാവർക്കും സൗകര്യപ്രദമായ ദിവസം തിരുനെൽവേലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മുരുകാനന്ദൻ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.